സുമതി 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 സുമതി
ഞാൻ എത്ര പ്രാവശ്യം മോളോട് പറഞ്ഞിരിക്കുന്നു ഓർക്കപ്പുറത്ത് ഒന്ന് കെട്ടിപ്പിടിക്കരുതെന്ന്. ഈ അമ്മയുടെ ഒരു പേടി. ഞാനല്ലാതെ വേറെ ആരാ അമ്മ ഇവിടെ ഉള്ളത്? അമ്മ അമ്പലത്തിൽ പോവാണോ? അതെ, നീ കൂടെ വാ. ഞാൻ വരുന്നില്ല അമ്മേ. ഇന്ന് നേരത്തെ കോളേജിലെത്തണം. കോച്ചിങ് ഉള്ള ദിവസമാണ്. പറയുന്ന അനുസരിക്ക്. ഒരു പുഷ്പാഞ്ജലി. പേര് രാജശേഖരൻ. നാളെ ഓർമ്മയുണ്ട്. അനിഴമല്ലേ? 10-20 കൊല്ലായി കേൾക്കണതല്ലേ? മറക്കാൻ കഴിയോ? സർവമംഗളാദി ഭവന്തു. ഇന്ന് അച്ഛന്റെ ബർത്ത്ഡേ ആണെന്ന് അമ്മ എന്നോട് പറഞ്ഞില്ലല്ലോ. അച്ഛനെ പറ്റി അമ്മ ഒന്നും എന്നോട് പറയില്ല. ഒരു ദിവസം അമ്മ അറിയാതെ ഞാൻ അച്ഛനെ പോയി കാണും. കോളേജിൽ എന്റെ ഫ്രണ്ട്സിന്റെ ഡാഡിമാർ വരുമ്പോ എനിക്ക് അസൂയ തോന്നാറുണ്ട്. എനിക്കാണെങ്കിൽ അച്ഛനെ ഒന്ന് കാണാൻ പോലും കഴിയുന്നില്ല. ഒന്ന് ചലിക്കാതെ നടക്ക്. ഇന്ന് മോളും അമ്പലത്തിൽ പോയോ? നല്ല കാര്യം. എന്താ മുഖം വാടിയിരിക്കുന്നത്? അവൾക്ക് കോളേജിൽ പോവാൻ സമയമായി. അതാ. എന്നാ സമയം കളയണ്ട, വരട്ടെ. ഞാൻ പോണോ അമ്മേ? വലിയ ഭക്തനായി കണ്ണടച്ച് നിൽക്കുന്നുണ്ടല്ലോ. എന്തൊക്കെയാ പ്രാർത്ഥിച്ചത്? നീ പ്രാർത്ഥിച്ചത് എന്താണെന്ന് ആദ്യം പറ. ദീർഘായുസ് തരണമെന്ന്. ആർക്ക്? എനിക്കോ? ശരി, ഓക്കെ. എന്നെ കളവനാക്കണം, സമ്മതിച്ചു. പിന്നെ 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 ഒരിക്കലും ഒന്ന് പിരിയരുതെന്ന്. അത് കൊള്ളാം. ചുളുവിൽ ദീർഘായുസ് നിനക്കും കിട്ടും. മിടുക്കി. ഇനി ചേട്ടൻ പ്രാർത്ഥിച്ചത് കേൾക്കട്ടെ. എന്റെ മോളുടെ കണ്ണിലെ ഈ പുഞ്ചിരി അതെന്നും ഇതുപോലെ ഇരിക്കണമെന്ന്. ഇന്നെന്താ വരാൻ താമസിച്ചത്? പണിഷ്മെന്റ് തരണമെന്ന് വിചാരിച്ചതാ. തന്നേക്കൂ, ഐ ആം റെഡി. പക്ഷേ പണിഷ്മെന്റ് എന്താണെന്ന് തീരുമാനിച്ചിട്ടില്ല. പാവം പെണ്ണല്ലേ, വേണ്ടെന്ന് വെക്കാം. അങ്ങനെ ദയൊന്നും വേണ്ട കേട്ടോ. ഗുഡ് മോർണിംഗ് സിസ്റ്റർ. ഗുഡ് മോർണിംഗ്. വന്ദനയ്ക്ക് യൂണിവേഴ്സിറ്റി ടീമിൽ സെലക്ഷൻ കിട്ടാൻ ചാൻസ് ഉണ്ട് അല്ലേ മിസ്റ്റർ ബാലു? ചാൻസ് ഉണ്ട്. പക്ഷേ കോച്ചിങ് മുടങ്ങാതെ അറ്റൻഡ് ചെയ്യണം.
എന്നാലേ കളി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റൂ. സെലക്ഷൻ കിട്ടിയാൽ അതിന്റെ ക്രെഡിറ്റ് കോച്ചിനാണ്. കഴിവും താല്പര്യമുള്ള കളിക്കാരെ കിട്ടുന്നതാണ് എന്നെപ്പോലുള്ളവരുടെ വിജയം. അക്കാര്യത്തിൽ ഞാൻ ഭാഗ്യവാനാ. ബാലുവിന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. താങ്ക് യു സിസ്റ്റർ. ഓക്കെ, സീ യു. Hello, Advocate Rajshan here. Hello? 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 Che. Nonsense. ഗുഡ് മോർണിംഗ് സർ. Good morning. ഇന്നാണ് വിധി പറയുന്നത്. നമുക്ക് അനുകൂലമായിരിക്കുമെന്നാണ് എന്റെ പ്രതീക്ഷ. എന്തായാലും കോടതിയിലേക്ക് വരൂ. നിങ്ങൾ ഓഫീസിൽ കയറിയിട്ട് കീഴ്ക്കോടതി വിധിയുടെ കോപ്പി ഒന്നിടന്ന് അന്വേഷിക്കുക. അപ്പോഴേക്കും ഞാൻ എത്തിക്കോളാം. ശരി സർ. എല്ലാവരും ഒപ്പിട്ടിട്ടുണ്ടല്ലോ അല്ലേ? ഓഫീസിൽ പോയി എന്റെ ജൂനിയർ സുരേന്ദ്രന്റെ കൊടുത്തേക്കൂ. കഴിഞ്ഞ ആഴ്ച ഒന്ന് സെയിൽ ടാക്സ് കേസിന്റെ സ്റ്റേ കിട്ടിയിട്ടുണ്ടോ സാറേ? ഫയൽ ചെയ്തിട്ടുണ്ട്. അമ്മണി വരുന്നു അമ്മേ. അപ്പുണ്ണി അമ്പലത്തിൽ നിന്ന് വന്നില്ലേ? വന്നു, പ്രസാദവും കൊണ്ടുവന്നിട്ടുണ്ട്. ആ, നക്ഷത്രമൊന്നും തെറ്റിച്ച് പറഞ്ഞില്ലല്ലോ. അവൻ ഭയങ്കര മറുതിക്കാരനാ. അനിഴത്തിൽ തന്നെയാ പുഷ്പാർച്ചന നടത്തിയിട്ടുള്ളത്. നെയ്വിളക്കിന് ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഈശ്വര, ഇന്നെന്താ അമ്മേ വിശേഷം? അതുപോലെ നിനക്ക് ഓർമ്മയില്ല. നിനക്ക് കേസും കോടതിയും അതൊക്കെയല്ലേ ഓർമ്മയുള്ളൂ. ഇന്ന് നിന്റെ പിറന്നാളാണ്. അതുപോലെ നിനക്ക് ഓർമ്മയില്ല അല്ലേ? അത് ഓർക്കാനല്ലേ എന്റെ അമ്മയുള്ളത്. നിന്നോട് അമ്പലത്തിൽ പോകാൻ പറഞ്ഞാൽ നീ പോവില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ടാ അപ്പുണ്ണി നായരെ വിട്ട് ഒരു പുഷ്പാഞ്ജലി നടത്തിപ്പിച്ചത്. എനിക്കെന്തിനാ വേറെ അമ്പലവും ദൈവവും എല്ലാം? എല്ലാത്തിനും എന്റെ അമ്മയുണ്ടല്ലോ. ഇതൊക്കെ ചെയ്യേണ്ടതും ചെയ്യിക്കേണ്ടതും ഞാനാണോ? ഇതിനൊന്നും ആളില്ലാഞ്ഞിട്ടല്ലോ. രാജ, നിന്റെ ഈ പിടിവാശി ഞാനൊന്നും പറയുന്നില്ല. പക്ഷേ എന്ന് ഈ അമ്മ ഉണ്ടാവില്ലെന്ന് നീ ഓർക്കണം. അമ്മയുടെ മെഡിക്കൽ ചെക്കപ്പിന്റെ റിസൾട്ട് ഒന്ന് കിട്ടും. ഞാൻ വരുമ്പോ വാങ്ങിച്ചോണ്ടിരാം. ഞാൻ ആവശ്യപ്പെട്ടത് അലഹബാദ് ഹൈക്കോടതിയുടെ ഡിസിഷനാണ്. സർ, അലഹബാദ് ഹൈക്കോർട്ടിൽ അങ്ങനെ ഒരു ഇല്ലെന്നായിരിക്കും. ഈ വക്കീൽ കോട്ടയോട് നടന്നാ പോരാ, അധ്വാനിക്കണം, പഠിക്കണം. 62 ലോ ജേണലും നോക്കൂ, അലഹബാദ് ഹൈക്കോടതി ഡിസിഷൻ കാണാം. ഇന്ന് OS 186 വിധിയാണ്.
ആ ഫയലൊന്നും എടുക്കൂ. അതെല്ലാം ശരിയാക്കി വെച്ചിട്ടുണ്ട്. സർ, CC 150 കേസിൽ ഡോക്ടർ സ്ഥിരിക്കുന്ന എന്നാണ്. ഓ, ഹീസ് എ ട്രിക്കി ഫെലോ. ഫയൽ ശരിക്കും സ്റ്റഡി ചെയ്തിട്ട് വേണം പോകാൻ. സർ. ഹലോ ധർമ്മരാജ്, ഡാഷ് ഹിയർ. വൈകിട്ട് ക്ലബ്ബിൽ കാണുമല്ലോ. ഓക്കെ. ഹലോ. ആ അതെ, ഞാൻ തന്നെ. ആ, തീർച്ചയായിട്ടും വരാം. ഞാൻ കാത്തിരിക്കും. വന്നില്ലെങ്കിലുണ്ടല്ലോ. എന്താ അങ്ങനെ പറയുന്നത്? ഞാൻ പറഞ്ഞിട്ട് വരാതിരുന്നിട്ടുണ്ടോ? പ്രോമിസ് ചെയ്തിട്ട് ഞാൻ വരാം മോളെ. യെസ്, ഓക്കെ, ബൈ. ഞാൻ ഫോൺ ചെയ്ത ശല്യമായല്ലേ? എന്ന് ഞാൻ പറഞ്ഞോ? ഡ്യൂട്ടി സമയത്ത് എങ്ങനെയാ ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങി വരിക? എനിക്ക് കാണണമെന്നുള്ള ആഗ്രഹം കൊണ്ടല്ലേ ഫോൺ ചെയ്തത്. എന്നെ കാണണമെന്നില്ലല്ലോ. തന്നോട് ഇത് ആരാ പറഞ്ഞത്? എന്റെ വന്ദനക്കുട്ടി, നീ എന്നെ എപ്പോ കാണണമെന്ന് ആഗ്രഹിക്കുന്നു അപ്പോ 7 കടലും നീന്തി ഞാൻ നിന്റെ അടുത്ത് വരില്ലേ? സത്യം? സത്യം. പക്ഷേ എനിക്ക് നീന്താൻ അറിഞ്ഞൂടാ. ഞാൻ നിന്റെ റൂമിൽ നോക്കിയിട്ടാ വന്നത്. നിന്നോടൊരു കാര്യം പറയട്ടെ. ഗുഡ് ന്യൂസോ ബാഡ് ന്യൂസോ? ആദ്യം പറയട്ടെ, എന്നിട്ട് തീരുമാനിച്ചോ. എന്ത് വേണമെങ്കിലും പറഞ്ഞു തൊലയ്ക്കണം. നീ ഡ്രഗ്സ് കഴിക്കുന്ന കാര്യമാണ്. അതെന്റെ സ്വന്തം കാര്യമല്ലേ? കോളേജിൽ എല്ലാവരും പറഞ്ഞു തുടങ്ങി. അതിന് പ്രിൻസിപ്പൽ അറിഞ്ഞാൽ? എനിക്കൊരു ചുക്കുമില്ല. നിന്നോടുള്ള സ്നേഹം കൊണ്ടല്ലേ പറയുന്നത്. ശരിയാണ്, നിന്റെ ഉപദേശമൊന്നും വേണ്ട. നീ പാർക്കിൽ വരുന്നുണ്ടെങ്കിൽ വാ, നമുക്ക് പോകാം. ഇപ്പോഴോ? ക്ലാസ്സിൽ പോണ്ടേ? എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. വന്ദന, കമ്മ്യ. വന്ദനയെ ഞാൻ അന്വേഷിക്കുകയായിരുന്നു. ഹാർട്ടി കൺഗ്രാജുലേഷൻസ്. എന്താ സിസ്റ്റർ? വന്ദനയ്ക്ക് യൂണിവേഴ്സിറ്റി ടീമിൽ സെലക്ഷൻ കിട്ടിയിരിക്കുന്നു. താങ്ക് യു സിസ്റ്റർ, താങ്ക് യു. നിന്റെ സന്തോഷം എന്താണെന്ന് ഞങ്ങൾക്കറിയാം. വന്ദന ഞങ്ങൾക്കൊരു പാർട്ടി തരണം. എനിക്ക് പാർട്ടി നിങ്ങളാണ് തരേണ്ടത്. നീ ജയിച്ചു എന്നാൽ എന്റെ പാർട്ടി തീർച്ച. കോച്ചിന്റെ കഴിവുണ്ടാ നിനക്ക് സെലക്ഷൻ കിട്ടിയത്. Like the mountains in springtime, like a walk in the rain, like a storm in the desert, like a sleepy blue
ocean. You fill up my senses. Come fill me again. Come, let me love you. Let me give my life to you. Let me drown in your laughter. Let me die in your arms. ഒന്ന് സമ്മതിക്കമ്മേ, സെലക്ഷൻ കിട്ടിയിട്ട് പോകാതിരുന്ന നാണക്കേടാ. ഫ്രണ്ട്സ് ഒക്കെ കളിയാക്കും. മോൾ ഒറ്റയ്ക്ക് പോയാൽ അമ്മയ്ക്ക് ഒരു മനസമാധാനം ഉണ്ടാവുകയില്ല. അതുകൊണ്ടാണ് പറയുന്നത്. ഒറ്റയ്ക്കല്ലല്ലോ, മറ്റു കോളേജുകളിൽ നിന്ന് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാവും. പിന്നെന്തിനാ പേടിക്കുന്നേ? അമ്മയുടെ പേടി മോക്കറിയില്ല. സെലക്ഷൻ കിട്ടിയിട്ട് എന്താ പ്രയോജനം? എന്തു പറ്റി? എന്നെ അയക്കാൻ അമ്മ ഇഷ്ടപ്പെടുന്നില്ല. എന്താ കാരണം? ഞാൻ തനിയെ പോണല്ലോ. വന്ദന കൊച്ചുകുട്ടിയൊന്നുമല്ലല്ലോ ഇത്ര പേടിക്കാനായിട്ട്. എനിക്ക് ധൈര്യമുണ്ട്, അമ്മയ്ക്ക് പേടിയാ. കുഴപ്പമില്ല, ഞാൻ അമ്മയെ കണ്ട് സമ്മതം വാങ്ങിച്ചോളാം. പോരെ? അമ്മ സമ്മതിക്കും തോന്നില്ല. സമ്മതിച്ചാൽ? എന്റെ ഭാഗ്യം. അല്ല, പിന്നെ എന്റെ ഭാഗ്യം. ഉം. യൂണിവേഴ്സിറ്റി ടീമിൽ സെലക്ഷൻ കിട്ടുന്നത് വന്ദനയ്ക്ക് മാത്രമുള്ള പ്രസ്റ്റേജ് അല്ല, കോളേജിന് കൂടി ഉള്ളതാണ്. പിന്നെ കോച്ചായ എനിക്കും. അത് നഷ്ടപ്പെടുത്തുന്നത്. അവളെ ഒറ്റയ്ക്ക് വിട്ടിട്ട് ഞാനിവിടെ എന്ത് സമാധാനത്തിലായിരിക്കുക? അതിനവൾ ഒറ്റയ്ക്കല്ല, കൂടെ സിസ്റ്റർ ക്ലാരയും ഉണ്ടാവും. ഈ അമ്മയുടെ ഒരു പേടി. ഞാനെന്താ കൊച്ചുകുട്ടിയോ മറ്റോ ആണ്? ആ, ഒന്നും കഴിച്ചില്ലല്ലോ. അയ്യോ വേണ്ട, ചായ മാത്രം മതി. പിന്നെ വന്ദനയെ സുരക്ഷിതമായി കൊണ്ടുവരേണ്ട ഉത്തരവാദിത്തം മുഴുവനും സിസ്റ്റേഴ്സിനാണല്ലോ. ശരി. ഹലോ, ഞാനാ സുമതി. അറിഞ്ഞില്ലേ? നമ്മുടെ മോക്ക് യൂണിവേഴ്സിറ്റി സെലക്ഷൻ കിട്ടിയിരിക്കുന്നു. അവൾ ബാംഗ്ലൂരിൽ കളിക്കാൻ പോയിരിക്കുകയാണ്. അത് പിന്നെ അവൾ എന്റെ മോളല്ലേ, അവൾ മിടുക്കിയാവും. എല്ലാം അവളുടെ അമ്മയുടെ പ്രാർത്ഥനയാ. ഇതെന്താ നിപ്പാ? ഫോൺ റിങ് ചെയ്യുന്നു, എടുത്തോളൂ. ഹലോ, അഡ്വക്കേറ്റ് രാജശേഖരൻ ഹിയർ. ഹലോ ഹലോ. ആ, പിന്നെ കോർട്ടിൽ കൊണ്ടുപോകുന്ന ഫയലുകൾ ശരിയാക്കി വെക്കണം. ഹലോ ഹലോ ഹലോ. ഇതാണോ സ്റ്റെല്ല കഴിക്കുന്നത്? അതെ സിസ്റ്റർ, ബ്രൗൺ ഷുഗർ. എവിടെ നിന്നാണ് കുട്ടിക്ക് ഇതെല്ലാം കിട്ടുന്നത്? അതെനിക്കറിയില്ല സിസ്റ്റർ. ഞാൻ ഡ്രഗ്സ് കഴിക്കുന്നതുകൊണ്ട് ഇവിടെ ആർക്കാ നഷ്ടം? പ്രിൻസിപ്പാളിനോട് കംപ്ലൈന്റ് ചെയ്താൽ ഞാനങ്ങ് പേടിച്ചു എന്ന് വിചാരിച്ചു അല്ലേ? എടി, നിന്നോടാ ചോദിച്ചത്. അയ്യോ, എനിക്കൊന്നും അറിയില്ല. You naughty bitch! നിനക്കറിയില്ല? ഞാൻ ശരിയാ. പറയടി. ആ? നിനക്കറിയില്ല? പറയടി. നിനക്കറിയില്ല? നിനക്ക് നിന്നെ കൊന്നോളാം. Stella, what is this? Come on, come here. Cool down. സ്റ്റെല്ലയെ ടി.സി. നൽകി പറഞ്ഞയക്കേണ്ടി വന്നതിൽ ഞങ്ങൾക്കും വിഷമമുണ്ട്. പക്ഷേ മറ്റു സ്റ്റുഡൻസിന്റെ കാര്യവും ഞങ്ങൾ ശ്രദ്ധിക്കണമല്ലോ. വിദേശത്ത് ജോലി ചെയ്യേണ്ടി വന്ന എനിക്ക് മോളുടെ കാര്യം വേണ്ടത്ര ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. ഐ എം സോറി.
എന്റെ മോള് കാരണം ഈ കോളേജിന് ഒരു ചീത്തപ്പേരുണ്ടാവാൻ പാടില്ല. ഐ ആം വെരി പർട്ടിക്കുലർ ഇൻ ദാറ്റ്. ഡർട്ടി ബിച്ചസ്. എനിക്കറിയാം എന്നെ കോളേജിൽ നിന്ന് ഔട്ടാക്കിയപ്പോൾ നിങ്ങൾക്കെല്ലാം സന്തോഷമായെന്ന്. നിങ്ങളുടെ സദാചാരവും നല്ല പിള്ള ചമയിച്ചിട്ടില്ല. ഐ നോ യുവർ ബ്ലഡി സെന്റിമെന്റ്സ്. Come on, Daddy. Let's go. It's all right. എന്താ എന്തിനാ വിളിച്ചേ? വന്ദന കോളേജിൽ നിന്ന് വന്നില്ലല്ലോ. ഇനിയും കാത്തിരുന്നാ പറ്റില്ല. ഒന്ന് പോയി നോക്കൂ. ഇന്ന് വല്ല ബസ് സമരമോ മറ്റോ ആണോ? എവിടെ പോയി അന്വേഷിക്കും? ബസ് സ്റ്റോപ്പിൽ പോയി നിൽക്കൂ. ഇരുട്ടിയാൽ അവൾ ഒറ്റയ്ക്ക് നടന്നു വരണ്ടേ? ഞാൻ തന്നെ പോയി നോക്കാം. നീ എവിടെയായിരുന്നു? ഇന്ന് കോളേജിൽ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. കഴിഞ്ഞപ്പോ താമസിച്ചു. അതുകൊണ്ട് സാറ് തന്നെ സ്കൂട്ടറിൽ കൊണ്ടുവിട്ടു. എന്താ നേരത്തെ പറയാഞ്ഞത്? ഞാൻ മറന്നുപോയി. Hello. This is Advocate Dasharan. Hello, glad to meet you. Dr. Abraham. Mrs. Abraham. നദിയൊഴുകുന്നു ആദിബോധമുണർന്നു സ്നേഹ ഉറന്നു ജീവിതഗാഥയായി ഒരു നദിയൊഴുകുന്നു.
ആവി നീറിയമർന്നു മണ്ണു കുളിർന്നു മലകൾ കിളർന്നു മലയിൽ മനസ്സിൽ നിന്നൊരു നദി ഒഴുകുന്നു. നദി കലങ്ങുന്നു കർമ്മധർമ്മ സമന്വയങ്ങൾ ഇടഞ്ഞു കാലം കണ്ണുപൂട്ടി കൈമലർത്തുന്നു. സൂര്യകാന്തി മയങ്ങി കൂരിൽ കൂകിയെത്തുന്നു. കാവ്യകാന്തി കലങ്ങി കർക്കശഭാവമോരുന്നു. ചുവടു തെറ്റിച്ചാഞ്ഞ സത്യം കുടില ഗൂഢദിശാചരിത്രം കൊടിയ വിഷമയ വിഷമവൃത്തം വിഫലമായ വിചിത്ര ചിത്രം. ഹേ പ്രഭാകർ നീ ഉദിക്കില്ലേ? ഹേ ദിശാചര ബോധമേ നീ വാങ്ങി നിൽക്കില്ലേ? What happened? രാജശേഖരൻ something wrong. സാറേ സാറേ മോഹം കഷൂഭൂരം കുമജൽ ഗുണജ നഗ്നം ശിവം കരുണം സവപാഠപത്മം. പട്ടിയെങ്ങാനും കാണുമോ ഇവിടെ? ഒരു പട്ടികളെയും കാണാനില്ലല്ലോ. മോനെ മോനെ ഒന്ന് നിന്നേ. ഇവിടെ ഈ പെൺകുട്ടികളെ കളി പഠിപ്പിക്കുന്ന മാഷ വീട് എവിടെയാ? പെൺകുട്ടികളെ കളി പഠിപ്പിക്കുന്ന മാഷോ? ആ എനിക്കറിയില്ല. താൻ പിന്നെ ഏത് നാട്ടുകാരനാടോ? ഏതായാലും തന്റെ നാട്ടുകാരനല്ല. ഏ താനെന്നോ? ആ ആ, മോളെ ഇവിടെ ഈ കളി പഠിപ്പിക്കുന്ന മാഷ വീട് എവിടെയാ? ദാ അവിടെ. അവിടെയാണോ? ആ. ഓ പത്മാദത്വമേ വശരണം നവധീന ബന്ധു. മാഷില്ലേ ഇവിടെ? അച്ഛ ഓഫീസിൽ പോയി. ഏ ഇങ്ങനെ നോക്കിയാന്ന് ഞാൻ പേടിക്കൂല. മാഷ മോനാ? അതെ. ഓ ഓ ദേ അച്ഛൻ വരുമ്പോഴേ ഈ കത്തങ്ങ് കൊടുത്തേരെ. കല്യാണാ? അല്ല, വിവാഹം. അച്ഛൻ വരുമ്പോ ഇത് കൊടുത്താൽ മതി. വിവരങ്ങളൊക്കെ അതിൽ എഴുതിയിട്ടുണ്ട്. അയ്യോടാ. നേരം വെളുത്ത അന്ത്യാവുന്നവരെ തിന്നണം തിന്നണം എന്നുള്ള വിചാരമുള്ളൂ ഓരോന്നിന്. ശങ്കുമാവൻ വീട് തെറ്റി കത്ത് കൊടുത്തിരിക്കും. നല്ല കഥയായി. എനിക്ക് വീടൊന്നും തെറ്റിയിട്ടില്ല. മാഷ മോന്റെ കയ്യിൽ തന്നെയാ ഞാൻ കത്ത് കൊടുത്തത്. സംശയമൊന്നും വേണ്ട. മാഷ കല്യാണം കഴിച്ചതാണ്. കുട്ടികളും ഉണ്ട്. എന്തോ എനിക്ക് വിശ്വാസം വരുന്നില്ല.
എന്റെ കണ്ണുകൊണ്ട് കണ്ടത് എനിക്ക് വിശ്വസിക്കാതിരിക്കാൻ പറ്റുമോ? അച്ഛാ, ഒരു കല്യാണ കത്തുണ്ട്. കല്യാണ കത്തോ? ഇത് എനിക്കല്ല, ബാലുവിനുള്ളതാ. ഇതാ. അമ്മയുടെ കത്ത് വായിച്ചപ്പോഴേ എനിക്ക് സംശയം തോന്നി. ശങ്കുമാൻ അമ്മയോട് പറഞ്ഞു സാർ കല്യാണം കഴിച്ചതാണെന്ന്. അമ്മയ്ക്ക് വിശ്വാസം വന്നില്ല, എങ്കിലും സംശയം തോന്നി. ശങ്കുമാൻ പറഞ്ഞത് ശരിയാ. എന്ത്? എനിക്ക് തമാശയൊന്നും തോന്നില്ല. അപ്പോഴേക്കും പടങ്ങിയോ? സിനിമയ്ക്ക് പോകണ്ടായിരുന്നു. വന്ദനയുടെ നിർബന്ധമല്ലേ? ഞാനാ പറഞ്ഞേ സാറേ സാറേ നമുക്കിന്ന് സിനിമയ്ക്ക് പോവാം സാറേ, ഇന്ന് തന്നെ പോവാം സാറേ എന്നല്ലേ പറഞ്ഞേ? ഞാനാ പറഞ്ഞേ? ആ, എന്നിട്ട് ഇപ്പൊ എന്നെ കുറ്റം പറയുന്നു. എന്തൊക്കെയുണ്ട് ശങ്കു വിശേഷങ്ങൾ? ഒരു വിശേഷവും ഇല്ല. കുറെ ദിവസമായെന്ന് വരണമെന്ന് വിചാരിക്കുന്നു. സമയം വേണ്ടേ? സുമതി കുഞ്ഞില്ലേ ഇവിടെ? ഇല്ല. നമ്മുടെ കുഞ്ഞിന്റെ വിവാഹകാര്യം വല്ലതും ആയോ? നമ്മുടെ കുഞ്ഞോ? നമുക്കായിട്ട് അങ്ങനെ ഒരു കുഞ്ഞില്ലല്ലോ. എടോ, ഞാൻ പറയുന്നതേ സുമതി കുഞ്ഞിന്റെ മോളുടെ കാര്യമാ. ഒന്നാന്തരം ഒരു വിവാഹാലോചന വന്നിരിക്കുന്നു. മിടുക്കം പയ്യൻ. എന്ന് വെച്ചാ നിങ്ങളുടെ കുടുംബത്തിന് വലിയൊരു ആയിരിക്കും. അതെ, എന്റെ ഒരു അനന്തിരവൻ. അതെങ്ങനെ മനസ്സിലായി? അല്ല, പയ്യൻ എടുക്കണമെന്ന് പറഞ്ഞപ്പോഴേ മനസ്സിലായി. ശങ്കുണ്ണിക്ക് വിവരമുണ്ട്. ആ, പിന്നെ തന്നെ പോലെയാണെന്ന് കരുതിയോ ഞാൻ? എടോ, വല്ലവർക്കും കല്യാണക്കാരി ആലോചിക്കാൻ നടക്കുന്ന നേരം കൊണ്ട് തനക്ക് തന്നെ അങ്ങനെ ആയിക്കൂടെ? പോയി വല്ല ചാണവും പെറുക്കടോ. പോ ശവം. ആ, വന്ദനയുടെ അച്ഛൻ എനിക്ക് ഓർമ്മ വെക്കുമ്പോഴേ അച്ഛനും അമ്മയും തമ്മിൽ പിണക്കമാണ്. എന്താ കാരണം? ആ, എനിക്കറിയില്ല. അമ്മയോട് ചോദിച്ചിട്ടില്ലേ? ചോദിച്ചു പലപ്പോഴും, പക്ഷേ അമ്മയൊന്നും പറയാറില്ല. ഓ, വന്ദന കണ്ടിട്ടില്ലേ അച്ഛനെ? ഇല്ല. നാളികേരം വിറ്റതിന്റെ കാശാ. ശങ്കുമാൻ എന്താ വിളിച്ചോ? അദ്ദേഹത്തെ അടുത്തെങ്ങാനും കണ്ടിരുന്നോ? ആരെ? വക്കീൽ സാറിനെയോ? ഉം. 1-2 പ്രാവശ്യം കാറിൽ പോണത് കണ്ടു. ക്ഷീണിച്ചിട്ടുണ്ടോ? ഇപ്പോഴും കണ്ട ചെറുപ്പം തന്നെ. ഒന്ന് പോയി കണ്ടൂടെ? അപ്പം മനസ്സ് തെളിയും. മോളാണെങ്കിൽ പ്രായമായി. രണ്ടുപേരും കഴിഞ്ഞതൊക്കെ മറക്കുക. എനിക്കിനി ഒരാഗ്രഹമേ ഉള്ളൂ, വന്ദനയുടെ വിവാഹം. അതിനുശേഷം വല്ല ആശ്രമത്തിലും പോയി ബാക്കി ജീവിതം കഴിച്ചു കൂട്ടണം. ഈശ്വരനെല്ലാം തന്നു, രണ്ടുപേർക്കും ഒരു കുറവുമില്ല. എന്നിട്ടും ഈ വിധി. താങ്ക് യു. ചിയേഴ്സ്. മിസ്റ്റർ രാജശേഖരൻ, നമ്മൾ തമ്മിൽ നീണ്ടകാലത്തെ പരിചയമില്ലെങ്കിലും ക്ലബിൽ വെച്ച് കണ്ടതിന് ശേഷം എന്തോ അടുത്ത സുഹൃത്തുക്കളായി. നിങ്ങളുടെ പേഴ്സണൽ ലൈഫിനെ കുറിച്ച് ഞാൻ ഇതുവരെ ചോദിച്ചിട്ടില്ല. എങ്കിലും ഭാര്യയുമായി അകന്നു കഴിയാണെന്ന് എനിക്കറിയാം. ജീവിതം വിചിത്രമാണ് ഡോക്ടർ. ശരിയായിരിക്കാം, പക്ഷെ പരസ്പരം വിട്ടുവീഴ്ചയിലൂടെ അല്ലാതെ ഒരു കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല മിസ്റ്റർ രാജൻ. നിങ്ങളുടെ കാര്യത്തിൽ ആരുടെ പേരിൽ എന്താണ് തെറ്റെന്ന് എനിക്കറിയില്ല. പക്ഷെ കുറ്റങ്ങൾ മറന്ന് അറ്റുപോയ കണ്ണികൾ യോജിപ്പിച്ച് ഒരു കുടുംബജീവിതം നയിച്ചുകൂടെ? ഒരു അഡ്വക്കേറ്റ് എന്ന നിലയിൽ ഞാൻ അഭിമാനം കൊള്ളാറുണ്ട്. വാദിച്ച കേസുകളിലൊന്നും പരാജയപ്പെട്ടിട്ടില്ല. എന്റെ വ്യാഖ്യാനങ്ങളെല്ലാം ശരിയായിരുന്നു. പക്ഷേ എന്റെ വ്യക്തി ജീവിതത്തിലെ വ്യാഖ്യാനങ്ങളിൽ പിഴവ് പറ്റിയോ എന്നൊരു സംശയം.
നിയമ പുസ്തകങ്ങളിൽ അതിന് വകുപ്പുകൾ കാണുന്നില്ല. ഓ, യു ഓൾറെഡി സ്റ്റാർട്ടഡ്? വെരി ഗുഡ്. വേർ ഇസ് മൈ ഗ്ലാസ്? താങ്ക് യു. മിസ്റ്റർ രാജശേഖരൻ, പ്ലീസ് ബി സീറ്റഡ്. സ്കോർ എത്രയായി? 150 for 4. 4ാമത്തെ വിക്കറ്റ് വെറുതെ കളഞ്ഞതാ. ഒരു സിമ്പിൾ ക്യാച്ച് ആയിരുന്നേ. ഈ രക്ഷയില്ല. ഞാൻ പോട്ടെ, എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു സ്ഥലം വരെ പോണം. ശരി, ഇനി 10 ഓവറും കൂടെ അല്ലേ ഉള്ളൂ. ടെയിലൻഡേഴ്സ് ഇനി കൂടുതൽ എടുക്കൊന്നും തോന്നുന്നില്ല. ചിലപ്പോ നേടിയേക്കാം. ഫ്രാക്ചർ ഒന്നുമില്ല, അല്പം ഡിസ്ലൊക്കേഷൻ. സാരമില്ല, റെസ്റ്റ് എടുത്താൽ മതി. ശരി. ഡോക്ടർ എന്ത് പറഞ്ഞു? ഫ്രാക്ചർ ഒന്നും ഇല്ലാത്തോണ്ട് പേടിക്കാനൊന്നുമില്ലെന്ന് പറഞ്ഞു. എന്നാലും കുറച്ചു ദിവസം റെസ്റ്റ് വേണ്ടി വരും. ഏതായാലും ഇടയ്ക്കൊരു റെസ്റ്റ് നല്ലതാണല്ലേ? പേരൻസിനെ അറിയിച്ചില്ലേ? ഇല്ല, അത്രയ്ക്കൊന്നും ഗൗരവമില്ലല്ലോ. വിഷ് യു ഫാസ്റ്റ് റിക്കവറി. താങ്ക് യു. വന്ദനെ, അയ്യേ, കരയുന്നോ? കൊച്ചുകുട്ടികളെ പോലെ. നോക്കൂ, നോക്കൂ. വരൂ, അടുത്തേക്ക് വരാൻ. കരയരുത്, കരയല്ലേ. ഞാൻ എത്രമാത്രം പേടിച്ചു. മനസ്സിനൊരു സമാധാനമില്ല. പേടിക്കാനൊന്നുമില്ല. 2 ദിവസം കൂടി കഴിഞ്ഞാൽ ഡിസ്ചാർജ് ചെയ്യും. ഞാൻ മോർണിംഗ് ഫ്ലൈറ്റിന് വന്നു. നിന്റെ ഓഫീസിലേക്ക് ഫോൺ ചെയ്തപ്പോഴാ ആക്സിഡന്റ് വിവരം അറിഞ്ഞത്. നീ വീട്ടിലേക്ക് വിവരം അറിയിച്ചിട്ടുണ്ടോ? ഇല്ല, അത്ര സീരിയസ് ഒന്നും അല്ലാത്തോണ്ട്. വൈസ്ലി ഡൺ. അമ്മ അറിഞ്ഞാൻ വിഷമിക്കും. ഞാൻ കോച്ചിങ് കൊടുക്കുന്ന കോളേജ് ടീമിലെ വിദ്യാർത്ഥിനാണ് അച്ഛാ. കോച്ചിങ്? ഓ, കോച്ചിങ് അല്ലേ. എന്താ പേര്? വന്ദന. ഞാൻ ബാലുവിന്റെ അച്ഛൻ. എവിടെയാ താമസം? ഹോസ്റ്റലിലാണോ? അല്ല, ഇവിടെ അടുത്ത് തന്നെ വീട്. എന്താ അച്ഛന്റെ പേര്? അഡ്വക്കേറ്റ് രാജശേഖരൻ. എനിക്ക് 11 മണിക്ക് ഒരു അപ്പോയിന്റ്മെന്റ് ഉണ്ട്. ഇറ്റ് ഈസ് ടു ലേറ്റ്. ഞാനൊന്ന് പോയിട്ട് വരാം. പക്ഷേ see you. ഞാനങ്ങ് പേടിച്ചു പോയി. ഇപ്പോഴാ ശ്വാസം നേരെ വീണത്. ഇനി എനിക്കും ഒരു അപ്പോയിന്റ്മെന്റ് ഉണ്ട്. ഞാനും പോയിട്ട് വരാം. ഹലോ, ഹലോ, പ്രസാദല്ലേ? ഹലോ, അത് ഞാനാ. അതെ അതെ. കഴിഞ്ഞ 5 വർഷമായിട്ട് അവൻ പെങ്ങൾക്കോ കുട്ടികൾക്കോ ചെലവിന് കൊടുക്കുന്നില്ല. ഞാൻ ആ കാര്യങ്ങളെല്ലാം നോക്കുന്നത്. പിന്നെ പേരിനായിട്ട് മാത്രം എന്തിനാ ഇങ്ങനെ ഒരു ഭർത്താവ്? അതെ,
ആ, ഇതിങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. അതെ, ആ, എന്നാ പിന്നെ ഡൈവേഴ്സിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും നോക്കാം. എന്തു പറയുന്നു? ആ ആ ഓക്കെ. ഹലോ, അഡ്വക്കേറ്റ് രാജശേഖരൻ ഹിയർ. ഹലോ ഹലോ. ബാലുങ്കിലില്ലേ? ഇല്ല. അച്ഛനോ? അച്ഛൻ ഓഫാ. അച്ഛാ, ആ വരണോ വരണം. ഇല്ല അല്ലേ? ഇല്ല, കറക്കമാണ്. എവിടെ? എവിടെ പോകുന്നെന്നോ രാത്രി എപ്പോഴാണ് വരുന്നതെന്നോ ഒന്നും ഞാൻ അറിയാറില്ല. രാത്രി എവിടെ പോകുന്നു? എവിടെയെങ്കിലും ഒക്കെ കറങ്ങി നടക്കും. ഇപ്പൊ അതൊരു പതിവായിരിക്കുകയാണ് പുള്ളിക്കാരന്. വരാത്തതിനിപ്പോ ഞാൻ പലപ്പോഴും പറഞ്ഞു നോക്കി, രാത്രി കറക്കാൻ നല്ലതല്ലെന്ന്. ആ, എനിക്ക് പറയാനല്ലേ കഴിയൂ. ആ, കുറെ നേരമായോ വന്നിട്ട്? വാ, അകത്തേക്ക് വാ. വേണ്ട, ഞാൻ പോകുന്നു. എന്ത് പറ്റി? എവിടെയായിരുന്നു? എനിക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് ജോലി ഉണ്ടായിരുന്നു, അതുകൊണ്ട് പോയതല്ലേ. വേണ്ട, എന്നോട് നുണ പറയണ്ട. എല്ലാം എനിക്കറിയാം. രാത്രി പിന്നെ എവിടെയായിരുന്നു? ഞാനോ? അയ്യോ, ഞാൻ എവിടെയും പോയില്ല. ഞാൻ ചുമ്മാ പറഞ്ഞതാണേ, വഴക്ക് വേണ്ട. ആഹാ, നമുക്ക് പുറത്തു പോവാം. എവിടേക്ക്? എനിക്ക് കുറെ കാര്യം പറയാനുണ്ട്. ആ ശരി, വാ. ഞാൻ വീട്ടിൽ വന്നിരുന്നു, ആ. കാണാൻ പറ്റിയില്ല. ഉം. എനിക്ക് നമ്മുടെ ഉത്സവ കമ്മിറ്റിയുടെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഞാൻ അങ്ങ് ധൃതി പോന്നു. എന്താ കാര്യം? ഞാൻ ശങ്കരനോട് പറഞ്ഞിരുന്നു വിവാഹ കാര്യം. ആരുടെ? നമ്മുടെ കുഞ്ഞിന്റെ, കോളേജിൽ പോകുന്ന കുഞ്ഞേ. ഓ, വന്ദനയുടെ. അതെ, അവൾ പഠിക്കുകയാണ്. പഠിപ്പ് കഴിയട്ടെ. വക്കീലുമായി പിണങ്ങിപ്പിരിഞ്ഞ് നിൽക്കല്ലേ? അതിന് അല്ല, ഒരു പരസഹായം ഇക്കാര്യത്തിൽ വേണ്ടേ? എന്റെ കാര്യത്തിൽ പണിക്കർ വിഷമിക്കണ്ട. വന്ദനെ, നീ എന്തിനാ അങ്ങനെ കരയുന്നത്? പറയൂ, എന്നോട് പറയൂ. കണ്ണീരും കരച്ചിലും ഒക്കെ നിന്റെ മുഖത്തിനോ സ്വഭാവത്തിനോ ചേർന്നതല്ലെന്ന് എത്ര തവണ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്റെ മനസ്സിന് വല്ലാത്ത വിഷമം. ഉം. എന്തോ നിങ്ങൾക്ക് എന്നോട് സ്നേഹമില്ലെന്ന് തോന്നുന്നു. ആ, ഇതായിപ്പോ നന്നായത്. നീ എന്തിനാ എന്നെ വെറുതെ ഇങ്ങനെ സംശയിക്കുന്നത്? എനിക്ക് സംശയമൊന്നുമില്ല. എന്നാലും എന്നാലും ഹലോ. യെസ് സർ. ഓക്കെ സർ, കമ്മിങ് സർ. May I come in, sir? Yes, come in. Please be seated. Thank you. Congratulations, Mr. Balu. മനസ്സിലായില്ലേ? You are promoted and appointed at our Bombay office. Thank you, sir. 10 ദിവസത്തിനകം ചാർജ് എടുക്കണം. Okay, sir. 10 ദിവസത്തിനകം ജോലി പ്രവേശിക്കണം. അതിനു മുമ്പ് ഡൽഹി പോയി അച്ഛനെ അമ്മയും കാണണം. അവരെനിക്ക് വേണ്ടി സുന്ദരിയായ ഒരു പെൺകുട്ടിയെ കണ്ടുവച്ചിരിക്കുന്നു. എനിക്കിഷ്ടപ്പെട്ടാൽ വിവാഹം ഉടനെ നടത്തണം. ലോഡ്ജിൽ താമസിച്ചും ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചും എത്ര കാലം കഴിയാ? വന്ദന എന്താ ഒന്നും മിണ്ടാത്തത്? എന്തു പറ്റി? എനിക്കൊന്നും കേൾക്കണ്ട. ഇഷ്ടം പോലെ എന്ത് വേണമെങ്കിലും ചെയ്യൂ. ഞാനാരാ പറയാൻ?
ഞാനെല്ലാം തീരുമാനിച്ചിട്ടുണ്ട്. എന്താ ഇത്ര വലിയ ആലോചന? ഒന്നുമില്ല. ചുമ്മാതിരി. എനിക്കറിയില്ലേ, കാര്യങ്ങൾ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഇനി നേരിട്ട് അങ്ങോട്ട് ഇടപെടുക. എനിക്കെന്തോ ഒരു വിഷമം. അത് സാരമില്ല. പെൺകുട്ടിയുടെ അച്ഛനെയും അമ്മയും കാണുക, കാര്യം പറയുക. ബാക്കിയൊക്കെ ഞാൻ ഏറ്റു. ബാലുവിന്റെ ആഗ്രഹത്തിന് എനിക്ക് എതിർപ്പൊന്നുമില്ല. വന്ദനയ്ക്ക് സമ്മതമാണെന്ന് എനിക്കറിയാം. പക്ഷേ എന്റെ പാരന്റ്സിന്റെ കാര്യത്തിലാണോ സംശയം? അച്ഛനാണെങ്കിൽ വന്ദനയെ ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടിട്ടുണ്ട്. അമ്മയ്ക്ക് കത്തും ഫോട്ടോ അയച്ചു കൊടുത്തു. എല്ലാവർക്കും ഇഷ്ടമായി. പിന്നെ ബോംബെയിൽ പുതിയ ജോലി പ്രവേശിക്കാൻ പോകുന്നതിന് മുമ്പ് എല്ലാം തീരുമാനിക്കണമെന്നുണ്ട്. എനിക്ക് കുറച്ച് സാവകാശം വേണം. എങ്കിലേ വ്യക്തമായി മറുപടി പറയാൻ കഴിയൂ. ഡൽഹിയിൽ നിന്ന് അച്ഛനമ്മയും വരുത്താം, ഒരു പ്രോബ്ലം ഇല്ല. അതിനു മുൻപ് ഞാനൊരു തീരുമാനം എടുക്കണമല്ലോ. ശരി. വേണമെങ്കിൽ കുടിച്ചാ മതി, എനിക്ക് നിർബന്ധമൊന്നുമില്ല. ശങ്കുമാവനോടൊരു സംഗതി പറയാനുണ്ട്. എന്താ? വന്ദനയ്ക്കൊരു വിവാഹാലോചന വന്നിരിക്കുന്നു. ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം. എവിടെന്നാ? വന്ദനയുടെ സാറാണ്. ഇവിടെ വരാറില്ലേ ബാലു? കുഞ്ഞിന് ഇഷ്ടപ്പെട്ട ആളല്ലേ? കുടുംബമൊക്കെ നമുക്ക് പറ്റിയതാണല്ലോ. അങ്ങ് പയ്യന്നൂരിനടുത്താ സ്വദേശം. അച്ഛൻ മിലിറ്ററിയില് വലിയ ഓഫീസറായിരുന്നു. ഇപ്പൊ റിട്ടയർ ആയി. അച്ഛനും അമ്മയും ഡൽഹിയിലാ താമസം. എന്നാ പിന്നെ വേഗം അങ്ങോട്ട് നടത്തുക. അതല്ല കാര്യം. പിന്നെന്താ? ചെറുക്കന്റെ വീട്ടുകാർ വന്ന് കുടുംബക്കാരെ അന്വേഷിക്കില്ലേ? അന്വേഷിച്ചാൽ എന്താ? നമ്മളെ തറവാടിന് എന്താ ഒരു കുറവ്? അച്ഛന്റെ കാര്യം. അച്ഛൻ വലിയ വക്കീലല്ലേ, ആലോചിക്കാനൊന്നുമില്ല. മകളുടെ വിവാഹം എന്നറിയിച്ച അദ്ദേഹം ഇവിടെ ഓടിയെത്തും. മുനിസിപ്പൽ കോടതി വിധി നമുക്ക് അനുകൂലമായിരുന്നു. ഡിസ്ട്രിക്ട് കോടതിയിൽ അവർ അപ്പീൽ പോയപ്പോൾ നമുക്കത് ദോഷമായി. ഇനി ഇവിടെ റിവിഷൻ വരുമ്പോൾ അങ്ങയുടെ സർവ്വ കഴിവും ഉപയോഗിക്കണം. ഞാനതിന്റെ ജഡ്ജ്മെന്റ് വായിച്ചു. നമുക്ക് അനുകൂലമായി അതിൽ പല പോയിന്റ്സും ഉണ്ട്. അതുകൊണ്ട് കേസ് നമുക്ക് അനുകൂലമാകാൻ തന്നെയാണ് സാധ്യത. സാർ എങ്ങനെയെങ്കിലും ഇതൊന്ന് വിജയിപ്പിച്ചു തരണം. ഇതെന്റെ പ്രസ്റ്റീജ് ഇഷ്യൂ ആണ്. ഇത് കയ്യിലിരിക്കട്ടെ സാർ. വേണ്ട വേണ്ട, ഇപ്പൊ അതിന്റെ ആവശ്യമില്ല. ഞാൻ പിന്നെ വാങ്ങിച്ചോളാം. വേണ്ട. ഹലോ, ഞാനാ സുമതി. എനിക്ക് നേരിൽ കാണണം. ശരി. യു ക്യാൻ ഗോ.
അമ്മ ഇങ്ങോട്ട് പോന്നു. ഞാൻ ഉടനെ വരാം. ടാറ്റാ. ആരുമില്ലേ? അമ്മ പുറത്തു പോയിരിക്കുക. വന്ദന അകത്തുണ്ട്. ആ. വന്ദനെ, നമ്മുടെ മോക്ക് ഒരു വിവാഹാലോചന വന്നിരിക്കുന്നു. ഉദ്യോഗസ്ഥനാണ്. രണ്ടുപേർക്കും ഇഷ്ടവുമാ. ഞാൻ പണത്തിനു വേണ്ടിയല്ല വന്നത്. പിന്നെ ക്ഷണക്കത്തിൽ അച്ഛന്റെ പേര് വയ്ക്കണം. അത് ചോദിക്കാനാണ് ഞാൻ വന്നത്. വച്ചോട്ടെ. നിനക്കെങ്ങനെ അതിനോട് ചോദിക്കാൻ ധൈര്യമുണ്ടായി? എല്ലാം അറിയുന്നു നീ. എനിക്കൊന്നേ അറിയാവൂ. വന്ദന അങ്ങയുടെ മകളാണ്. വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ പിരിയാനുണ്ടായ കാരണം നിനക്ക് ഓർമ്മയുണ്ടല്ലോ. ഞാൻ ഇന്നും ആ തീരുമാനത്തിൽ തന്നെയാണ് ഉറച്ചു നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ ആലോചിക്കാൻ വന്നത്. നാളെ രാവിലെ ഡോക്ടറെ കാണണം. എന്തിന്? നിനക്കറിഞ്ഞൂടെ? എങ്കിൽ ഞാൻ തന്നെ പറയാം. അബോർഷന് വേണ്ടി. അങ്ങ് എന്താണ് പറയുന്നത്? നീ പ്രസവിക്കുന്ന കുഞ്ഞിന്റെ പിതൃത്വം ഏറ്റെടുക്കുവാൻ ഞാൻ തയ്യാറല്ല. അത്ര തന്നെ. ഒരു കുഞ്ഞിന്റെ പിതൃത്വത്തെ കുറിച്ച് അമ്മയ്ക്ക് പറയാനാവൂ. ഞാൻ എവിടെ വേണമെങ്കിലും സത്യം ചെയ്ത് പറയാം. കുഞ്ഞിന്റെ അച്ഛൻ അങ്ങാണ്. No. I can't believe it. അങ്ങ് വിളിച്ചിടത്തേക്ക് ഞാൻ വന്നു. എന്റെ സുരക്ഷിതത്വം കാക്കാൻ അങ്ങയ്ക്ക് കഴിഞ്ഞില്ല. അതിന് ഞാനാണോ തെറ്റുകാരി? ഇത്രയും കാലം അങ്ങയുടെ മാന്യതയ്ക്കും
അന്തസ്സിനും ഞാൻ കൂട്ടുനിന്നു. ഇപ്പൊ ഞാൻ വന്നത് എനിക്ക് വേണ്ടിയല്ല, മകൾക്ക് വേണ്ടിയാണ്. ഞാൻ പോകുന്നു. അഡ്വക്കേറ്റ് രാജശേഖരൻ. ഓ, ധർമ്മരാജ്. ഞാൻ ക്ലബ്ബിൽ വരാം. ഓക്കെ. അമ്മേ, 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 അമ്മേ. എന്താ മോളെ, അമ്മയ്ക്ക് സുഖമില്ലേ? ഒന്നുമില്ല. എഴുന്നേക്കമ്മേ, എഴുന്നേക്കാൻ. എന്റെ പൊന്നമ്മയല്ലേ. പക്ഷെ പരസ്പരം വിട്ടുവീഴ്ചയിലൂടെ അല്ലാതെ ഒരു കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല മിസ്റ്റർ രാജൻ. രാജൻ വന്നോ? ഇല്ലമ്മേ. അങ്ങ് വിളിച്ചിടത്തേക്ക് ഞാൻ വന്നു. എന്റെ സുരക്ഷിതത്വം കാക്കാൻ അങ്ങയ്ക്ക് കഴിഞ്ഞില്ല.
എന്താ ശങ്കുമാൻ, സുഖം തന്നെയല്ലേ? ഗുരുവായൂരപ്പൻ കടാക്ഷിച്ചു. ശങ്കുണ്ണിക്ക് സമാധാനായി. എത്ര വർഷമായിട്ട് ശങ്കുണ്ണി കാത്തിരിക്കുക. ഒരാൺതുണ ഇല്ലാതിരുന്ന ഈ തറവാടിൽ പോ. ആരുമില്ലേ? എല്ലാരും ഇപ്പൊ വരും. അകത്തോട്ടിരുന്നാട്ടെ, ഞാനേ കുടിക്കാനൊരു കരിക്ക് എത്തിക്കൊണ്ടുവരാം. വേഗം വാ മോളെ. ആരാ വന്നിരിക്കണേന്ന് നോക്ക്. ആരാ? അച്ഛൻ. അച്ഛനോ? ആ അയ്യോ. ചെല്ലേ, വേഗം ചെല്ലേ. ഡാഡി, ഡാഡി ഇതേവരെ എന്നെ വന്ന് കണ്ടില്ലല്ലോ. കരയരുത്. ഡാഡി ഇന്ന് വരും നാളെ വരുമെന്ന് ഞാൻ കാത്തിരിക്കായിരുന്നു. ഡാഡിയെ കുറിച്ച് അമ്മയോട് ചോദിച്ചാൽ ഒന്നും പറയാറില്ല. ഇപ്പൊ ഡാഡി വന്നല്ലോ. അച്ഛൻ എനിക്ക് ഡ്രൈവിംഗ് പഠിപ്പിച്ചു തരണം. പഠിപ്പിച്ചു തരാം. പിന്നെ അച്ഛാ, എന്താ മോളെ, എന്താ പറയാമെന്നത്? മറന്നു. അച്ഛൻ എന്നെ കളിയാക്കിച്ചിരിക്കുക. അല്ല മോളെ, അച്ഛനെ കാണുമ്പോ പറയാൻ ഞാൻ 1000 കാര്യങ്ങൾ ഓർത്തു വെച്ചിരുന്നു. എല്ലാം മറന്നുപോയി. അത് കൊള്ളാം. ആ ഇവിടെ എടുത്തോട്ട് തിരികച്ച. ഇവിടെ ആരാ മോളെ? ഓ അത് ശരി. ഇല്ല, വന്നിട്ടില്ല. ഞാനിന്ന് ഓഫായിരുന്നു. എന്താ വിശേഷം? അച്ഛൻ വന്നിട്ടുണ്ട്. ഓ, അച്ഛൻ വന്നോ? ഞാൻ ഓഫായി പോയി, അല്ലെങ്കിൽ ഒന്ന് കാണായിരുന്നു. എന്നാ ഞാൻ പോട്ടെ. ഇല്ല അച്ഛാ, പുറത്തു പോയി. നമുക്ക് ഇനി ഒരിക്കൽ വരാം. ഹായ്, ഇതൊക്കെ എന്റെ ഫ്രണ്ട്സ് ആണ് ഡാഡി. ഹലോ. ഹായ് വന്ദന, ഷീന, രാജലക്ഷ്മി, ലിസി, ഷൈനി. ഇതെന്റെ ഡാഡി. ഹലോ. ഹായ്. ഹലോ. ഐ എം ഫ്രീ അറ്റ് ലാസ്റ്റ്. ഈ അമ്മ എന്തൊരു സ്ട്രിക്റ്റ് ആണെന്നറിയോ? ഭയങ്കര പേടിയാ, എവിടെയും വിടില്ല. ഡാഡി, ഇനിയിപ്പോ ഡാഡിയുടെ കൂടെ എനിക്ക് എവിടെ വേണമെങ്കിലും പോകാം, അല്ലേ ഡാഡി? തീർച്ചയായും. ഓ ഡാഡി, ഐ എം സോ ഹാപ്പി. ബാലുവിനോട് ചില കാര്യങ്ങൾ
തുറന്നു പറയാനാണ് ഇങ്ങോട്ട് വന്നത്. വീട്ടിൽ വെച്ച് പറയാൻ എനിക്ക് കഴിയില്ല. എന്താ? ഞാൻ 18 വർഷത്തിന് ശേഷം എന്റെ ഭർത്താവിനെ കണ്ടു. ഇന്നലെ മകളുടെ വിവാഹക്കാര്യം അറിയിച്ചു. വന്ന് നടത്തിത്തരാൻ അപേക്ഷിച്ചു. പക്ഷേ വരുമെന്ന് തോന്നുന്നില്ല. നിങ്ങൾ തമ്മിൽ ഇത്രത്തോളം അകൽച്ചയ്ക്ക് എന്താ കാര്യം? അത് ബാലുവിനോട് തുറന്നു പറയാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഈ ലോകത്തിൽ ഞങ്ങൾ രണ്ടുപേരും അല്ലാതെ മൂന്നാമതൊരാൾ ഇതറിഞ്ഞിട്ടില്ല ഇതുവരെ. പക്ഷേ ഇത് ബാലുവിനോട് ഒളിച്ചു വയ്ക്കാൻ എനിക്ക് ശക്തിയില്ല. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ ആദ്യ നാളുകളിൽ ഒരു ദിവസം എഴുന്നേറ്റേ. ഇപ്പൊ എഴുന്നേക്കില്ല. വാഴടക്കരുത്. ഒരു കാര്യം പറഞ്ഞോട്ടെ, ചെറിയൊരു കാര്യം. ഞാൻ പോയേക്കാം. ഒരു കാര്യം പറഞ്ഞോട്ടെ. സുമതി, ജീവിതത്തിൽ എന്റെ ആശകളെല്ലാം നിറവേറിയിരിക്കുന്നു. എന്താണ്? വളരെ കാലം ഞാനൊരു സ്ത്രീയെ സ്നേഹിക്കാനും അവളാൽ സ്നേഹിക്കപ്പെടാനും ആഗ്രഹിച്ചു. ഇപ്പോ ഞാനിതാ നിന്നെ സ്നേഹിക്കുന്നു. അതുപോലെ എന്നെ നീ സ്നേഹിക്കുന്നില്ലേ? രക്ഷയില്ല.
രണ്ട് നല്ല ചായ. ഇരിക്കൂ. ഈ സ്ഥലം ഏതാണ്? ഇത് ദുനിയാവിന്റെ അറ്റാണ്. ഇവിടെ താമസിക്കാൻ സൗകര്യമുള്ള സ്ഥലം വല്ലതുണ്ടോ? ആർക്ക്? ഞങ്ങൾക്ക്. നിങ്ങൾക്ക് താമസിക്കാനാ? പടച്ചോനെ, പട്ടണത്തിലേക്ക് എത്ര ദൂരമുണ്ട്? പേരുത്ത് ദൂരമുണ്ട്. പിന്നെ കുറെ ദൂരം അങ്ങോട്ട് ചെന്നാല് ഒരു പഴയ TV ഉണ്ട്. അവിടെ ഇപ്പൊ ആരും താമസിക്കാറില്ല. ടയറ് പഞ്ചർ. കണ്ടില്ലേ? നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? എനിക്ക് പറഞ്ഞുകൂടാ. അയ്യോ, ഒറ്റ മനുഷ്യനെ കാണുന്നില്ല. എനിക്ക് പേടി തോന്നുന്നു. ഞാനുള്ളപ്പോഴോ? എടുത്തോ. രാത്രി നമ്മൾ എവിടെ താമസിക്കും? അത് തന്നെയാ ഞാനും ആലോചിക്കുന്നത്. ഇരുട്ടുന്നതിന് മുമ്പ് നമുക്കൊരു താവളം കണ്ടെത്തണം. ദാ വിളി, പോകാം. തലവേദനിച്ചിട്ട് വയ്യ. അതാ അവിടെ ഒരു വീട്. രക്ഷപ്പെട്ടു. ഇത് TV ആണോ? സർക്കാർ വക തന്നെയാ. പക്ഷേ ഇപ്പം ആരും വരാറില്ല. പണ്ട് നായാട്ടിന് മുതലാളിമാർ വരാറുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഇന്ന് രാത്രി ഇവിടെ തങ്ങണല്ലോ. അയ്യോ സാറേ, ഇവിടെ രാത്രി തങ്ങാൻ യാതൊരു സൗകര്യവും ഇല്ല. ഈ മുറിയൊന്ന് തുറന്നേ. ഓ, നോക്കാം. സുമതി, കമോൺ. മുറി വൃത്തിയുണ്ട്. മുറി ദിവസവും ഞാൻ വൃത്തിയാക്കും. വെരി ഗുഡ്. താൻ ഇവിടെയാണോ താമസം? അല്ല, രാത്രി വീട്ടിൽ പോവും. ഭാര്യ സുഖമില്ലാതെ കിടപ്പില്ല. വെള്ളവും വെളിച്ചവും ഇല്ലാതെ? വെളിച്ചത്തിന് രാന്തവിളക്കുണ്ട്. വെള്ളത്തിന് താഴെ പുഴയിൽ പോയാൽ മതി. എന്തായാലും നമുക്ക് ഇവിടെ തന്നെ താമസിക്കാം. അപ്പോ രാത്രി ഭക്ഷണത്തിനോ? ഭക്ഷണം ഞങ്ങൾ കരുതിയിട്ടുണ്ട്. ഓ, ഈ മുറി ഒന്നുകൂടി വൃത്തിയാക്കി തരണം. ഓ, വൃത്തിയാക്കി തരാം. To be or not to be, that's the question. Whether it is nobler in the mind to suffer the slings and arrows of an outrageous virtue, or to take arms against a sea of troubles, and by opposing in them, to die to sleep no more, and by a sleep to say, we end the heartache. And the 1,000 natural shock that flesh is hair to. എങ്ങനെയുണ്ട്? കൊള്ളാം. സുമതി, നീ എന്താ സ്വപ്നം കാണുന്നത്? ഒന്നുമില്ല.
ഈ നിലാവിൽ പരിസരമാകെ കാണാൻ നല്ല ഭംഗി. നിനക്ക് കവിത വരുന്നുണ്ടോ?
വേണ്ട, പുറത്തു പോണ്ട. എനിക്ക് പേടിയാവുന്നു ചേട്ടാ. വേണ്ട ചേട്ടാ, പുറത്തു പോണ്ട. നമുക്ക് അവിടെ ഇവിടെ നോക്കിയിട്ട് വരാം. പിറ്റേ ദിവസം ഞങ്ങൾ അവിടെ നിന്നും മടങ്ങി, അപരിചിതരെ പോലെ. നേരെ 1 ഭക്ഷണം കഴിക്കുന്നില്ലേ? ഇനിയും ഞാൻ ഇങ്ങനെ എത്ര കാലം അങ്ങയുടെ കൂടെ ജീവിക്കും? ഇതിലും ഭേദം എനിക്ക് വിഷം തന്നു കൊന്നൂടെ. അറിഞ്ഞുകൊണ്ട് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് അങ്ങയ്ക്കറിയാമല്ലോ. പിന്നെന്തിന് എന്നെ ഈ നരകവേദന അനുഭവിപ്പിക്കുന്നു? എന്നെ ശല്യപ്പെടുത്തരുന്ന് എത്ര പ്രാവശ്യം പറഞ്ഞിരിക്കുന്നു? പറയൂ മോളെ, നിനക്ക് എന്താണ് വിഷമം? അവനോട് ചോദിച്ചിട്ട് അവനും ഒന്നും പറയുന്നില്ല. നിന്റെ മുഖത്തെ പ്രസരിപ്പും സന്തോഷമൊക്കെ എവിടെ പോയി? പറയൂ മോളെ, അമ്മയോട് പറയൂ. എന്നോടൊന്നും ചോദിക്കരുതമ്മേ, എന്നോടൊന്നും ചോദിക്കരുത്. അന്നു മുതൽ അദ്ദേഹം എന്നെ സ്പർശിച്ചിട്ടില്ല. ഒരു മുറിയിൽ എന്നോടൊപ്പം ഉറങ്ങിയിട്ടില്ല. എനിക്കും അദ്ദേഹത്തെ നേരിടുമ്പോൾ എന്തോ വല്ലാത്ത ഭയം തോന്നി. ഞാൻ അദ്ദേഹത്തെ കുറ്റപ്പെടുത്താൻ ശ്രമിച്ചിരുന്നിരിക്കണം. വാക്കുകളിലൂടെ അല്ലെങ്കിലും പ്രവൃത്തികളിലൂടെ. ഈ സംഭവം മൂന്നാമതൊരാൾ അറിയരുതെന്ന് അദ്ദേഹം എന്നെ ശാസിച്ചു. ഞങ്ങൾക്ക് സമൂഹത്തിലുള്ള മാന്യത നഷ്ടപ്പെടും. നാൾക്കുനാൾ ഞങ്ങൾ അകന്നു. ഞാൻ ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോൾ ആ അകൽച്ച പൂർത്തിയായി. വന്ദനയുടെ വിവാഹകാര്യം പറയാൻ വേണ്ടി അദ്ദേഹത്തെ കണ്ടു എന്ന് പറഞ്ഞല്ലോ. അതെ, അദ്ദേഹത്തിന്റെ മനസ്സിന് മാറ്റമൊന്നും ഞാൻ കണ്ടില്ല. വിവാഹം നടന്നാലും ഇല്ലെങ്കിലും ഇതൊന്നും എന്റെ മോളോട് പറയരുത്. അച്ഛനെന്ന് പറഞ്ഞാൽ അവൾക്ക് ജീവനാണ്. അവളുടെ ചെറിയ മനസ്സിന് അതൊന്നും താങ്ങാൻ കഴിയില്ല. ആ നെക്ലേസിംഗ് എടുക്കൂ.
നന്നായിരിക്കുന്നു. നോക്കൂ, നല്ല ഭംഗിയുണ്ട്. അല്ലേ ഡാഡി? അമ്മയ്ക്കൂടി ഒരു നല്ല സാരി വാങ്ങൂ ഡാഡി. ശരി, മോൾക്ക് ഇഷ്ടമുള്ളത് വാങ്ങിക്കൊള്ളൂ. ഡാഡി തന്നെ സെലക്ട് ചെയ്താൽ മതി. അമ്മ പട്ടുസാരി ഉടുത്തു കാണാൻ ഞാൻ കൊതിച്ചിട്ടുണ്ട്. പാവ അമ്മ. ഹലോ മിസ്റ്റർ വർഗീസ്. ഹലോ, ഹൗ ആർ യു? ഫൈൻ. ഹലോ. ഹായ്. മീറ്റ് മൈ ഡോട്ടർ വന്ദന. ഹായ്. ഓക്കെ, സീ യു. സീ യു. അമ്മ ഒന്ന് കണ്ടിട്ട് ഡാഡി പോയാ മതി. ഡാഡിക്ക് പ്രധാനപ്പെട്ട ഒരു അപ്പോയിന്റ്മെന്റ് ഉണ്ട്, പോയേ പറ്റൂ. പോകാൻ ഞാൻ സമ്മതിക്കില്ല. ആ അദ്ദേഹം വന്നിട്ടുണ്ട്. ഗുരുവായൂരപ്പൻ കടാക്ഷിച്ചു. അമ്മ വരുമ്പോ ഡാഡി ഒളിച്ചിരിക്കണം. ഡാഡിയെ കാണുമ്പോ അമ്മ അതിശയിക്കും. അങ്ങനെ നമുക്ക് അമ്മയെ പറ്റിക്കാം. ഇതാരെ? ഇതാണ് സ്റ്റെല്ല. അമ്മ അമ്മ, അച്ഛൻ വന്നു. നീ അകത്ത് പോയിരിക്കെ, വിളിച്ചിട്ട് വന്നാ മതി. എന്തിനാ അമ്മേ? പറയുന്ന അനുസരിക്ക്. വന്ദനയുടെ വിവാഹക്കാര്യത്തിനു വേണ്ടിയാണ് വന്നതെങ്കിൽ ഇനി അതിന്റെ ആവശ്യമില്ല. നമ്മുടെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങളെല്ലാം ഞാൻ വന്ദനയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന പുരുഷനോട് പറഞ്ഞു. ഞാൻ എല്ലാം മറച്ചുവെച്ച് അവളെ വിവാഹം കഴിപ്പിച്ചാൽ നാളെ അച്ഛനില്ലാത്തവളാണ് എന്റെ മകളെന്ന് അയാൾ മനസ്സിലാക്കിയാൽ എന്റെ വിധി എന്തിന് അവളും അനുഭവിക്കണം? എന്നിട്ട് എന്ത് തീരുമാനിച്ചു? അച്ഛനില്ലാത്ത ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്ന കാര്യം ഇനി അയാൾ തീരുമാനിക്കണം. അമ്മേ, അച്ഛൻ പോയോ? എന്റെയും സുമതിയുടെയും ജീവിതത്തിൽ സംഭവിച്ച ആഘാതം ബാലു പറഞ്ഞുവല്ലോ. പക്വതയില്ലാത്ത എന്റെ യൗവനം അന്ന് ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായില്ല. പക്ഷേ ഇന്നെനിക്ക് കുറ്റബോധമുണ്ട്. വന്ദനയുടെ അച്ഛനെന്ന നിലയ്ക്ക് ബാലുവിനോട് എനിക്ക് പറയാനുള്ളത്, വന്ദനയ്ക്ക് ഒരച്ഛനില്ലെന്നാണ് വന്ദനയുടെ അമ്മ എന്നോട് പറഞ്ഞത്. ഞാനൊരു വ്യക്തമായ തീരുമാനത്തിലെത്തിയിരിക്കുകയാണ്. പൈതൃകം തേടി ഇന്നലെയുടെ ബാക്കിയിൽ സന്താപവും സന്തോഷവും തേടാൻ സാവകാശമുള്ളൊരു തലമുറയല്ല ഞങ്ങളുടെ. വന്ദനയുടെ അച്ഛൻ ആരാണെന്ന് എനിക്കറിയേണ്ട കാര്യമില്ല. ഞാൻ വന്ദനയെ സ്നേഹിക്കുന്നു, അവൾ എന്നെയും. ഞങ്ങൾക്ക് അനുമതി.